കേന്ദ്ര സർക്കാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം ആരായാൻ വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ മീറ്റിംഗ് വിളിച്ചത്. പ്രത്യേകിച്ചൊരു ബ്രീഫിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നില്ല. പ്രധാനമന്ത്രിയുടെ അസാന്നിധ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിമർശിക്കുകയുണ്ടായി. അദ്ദേഹം നേരിട്ട് വന്ന് രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കണം, ഇതുപോലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുള്ള അഭിപ്രായം ഉയർന്നു. രാജ്നാഥ് സിംഗാണ് രാഷ്ട്രീയ പാർട്ടികളെ അഭിസംബോധന ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് ഇൻറ്റൻഡഡ് ഒബ്ജക്റ്റീവ്സ് ഹാവ് ബീൻ അച്ചീവ്ഡ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് അദ്ദേഹം നൽകിയത്. ഇന്ത്യ ഒരു മെച്യൂർ ഡെമോക്രസി എന്ന നിലയിൽ, ലോകത്തിന് മുഴുവൻ മാതൃകയായ ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഒരു തരത്തിലും യുദ്ധം പോലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ അവിടെ പ്രകടിപ്പിച്ചത്. അതേസമയം തന്നെ ഈ സംഭവത്തെ മുൻനിർത്തി ഉണ്ടാകുന്ന ഒരുപാട് വാർത്തകളോട് സർഗാത്മകമായിട്ട് സർക്കാർ പ്രതികരിക്കണമെന്നുള്ള ആവശ്യം വന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയുടെ 5 ഫൈറ്റർ പ്ലെയിൻസ് പാകിസ്ഥാൻ, 5 പോർ വിമാനങ്ങളെ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള വാർത്തയാണ്. അതിലൊന്ന് റഫാലാണെന്നുള്ള വാർത്തയും പ്രചരിപ്പിക്കുന്നുണ്ട്. പാശ്ചാത്യ മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ ആ വാർത്തകൾ വരുന്നുണ്ട്. അതിന് നിജസ്ഥിതി എന്താണ്, സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യം സർക്കാർ പറയണമെന്നുള്ള അഭിപ്രായം ഉയർന്നു. പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിക്കണമെന്നുള്ള ആവശ്യവും യോഗത്തിൽ ഉയരുകയുണ്ടായി. അതുമാത്രമല്ല, ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പാർട്ടികൾക്ക് നൽകണം. ആംഡ് ഫോഴ്സസിൻ്റെ, നമ്മുടെ സേനാദളങ്ങളുടെ മനോവീര്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകരുത്. ടെററിന്, അതായത് ഭീകരതയ്ക്ക് പ്രത്യേകിച്ച് മതവും വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ത്യയുടെ സമുദായ സൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഏതൊരു ശ്രമത്തെയും അതിശക്തമായിട്ട് നേരിടണമെന്നുള്ള അഭിപ്രായം ഉയർന്നു. മൗലാന മസൂദ് അസറിനെ കുറിച്ചുള്ള ഒരു ചോദ്യം ഞാൻ പ്രത്യേകം ഉന്നയിച്ചു. എന്താ കാരണം വെച്ചാൽ 1999 എയർ ഇന്ത്യ ഹോസ്റ്റേജസിനെ വിട്ടുകിട്ടാൻ വേണ്ടി അന്നത്തെ NDA ഗവൺമെൻറ് വിട്ടയച്ചയാളാണ് ഈ ഭീകരൻ. ആ ഭീകരനാണ് ഇപ്പോഴും പല ഘട്ടങ്ങളിലും നമ്മുടെ ഈ അതിർത്തിയിൽ നിന്നുള്ള ഭീകരപ്രവർത്തനങ്ങളിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്ന വ്യക്തി. ഐക്യരാഷ്ട്രസഭ തന്നെ അദ്ദേഹത്തെ ഗ്ലോബൽ ടെററിസ്റ്റായിട്ട് മുദ്രകുത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഈ മൗലാന അസറിനെ ഇന്ത്യക്ക് വിട്ടുകിട്ടാനുള്ള എന്തെങ്കിലും നടപടികൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. പൊതുവെ ഇന്ത്യ സർക്കാരിൻ്റെയും സേനയുടെയും നിലപാടുകളെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ ഒറ്റക്കെട്ടോടെ ഈ ഒരു ഭീകരതയെ നേരിടുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് സർവകക്ഷി യോഗത്തിലുണ്ടായത്. ഈ ഉന്നയിച്ച ചോദ്യങ്ങൾ ഏതെങ്കിലും ചോദ്യത്തിന് മറുപടി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്? ഈ പറയുന്ന പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ, ഊഹാപോഹങ്ങൾ, അതുപോലെ തന്നെ ഈ ജെറ്റ് വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയ കാര്യങ്ങൾ, മൗലാന അസറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അത് സംബന്ധിച്ച് ഒരു പ്രതികരണവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. എല്ലാം ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. രാജ്യരക്ഷാ മന്ത്രി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കൂടാതെ മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിമാരെല്ലാം സന്നിഹിതരായിരുന്നു എന്നുള്ളൊരു പ്രത്യേക ഘടകമുണ്ട്. അതിൽ അമിത്ഷാ, നിർമ്മല സീതാരാമൻ, JP നഡ്ഡ, ജയശങ്കർ, പാർലമെൻ്ററി കാര്യ മന്ത്രി കിരൺ റിജിജു, അങ്ങനെ ഒരു നിര കേന്ദ്രമന്ത്രിമാർ കൂടി ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഒരു തുടരാക്രമണം ഉണ്ടാകില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണോ? അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടാകില്ല എന്നുള്ള വ്യക്തമായ സൂചനയാണ് രാജ്നാഥ് സിംഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉദ്ധരിച്ചത്. ഇൻറ്റൻഡഡ് ഒബ്ജക്റ്റീവ്സ് ഹാവ് ബീൻ അച്ചീവ്ഡ്. അതേസമയം തന്നെ ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ പ്രമുഖമായ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചു. അതായത് ഇത് തുടക്കം മാത്രമാണ് എന്ന് പ്രധാനമന്ത്രി ക്യാബിനറ്റിനെ ധരിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത ഇന്നൊരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രഖ്യാപിത നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണോ? ഇത് രാജ്നാഥ് സിംഗ് നടത്തിയ പ്രതികരണത്തിൻ്റെ വൈരുദ്ധ്യമാണോ? ഇതെങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നതെന്നുള്ളൊരു ചോദ്യം ഞാൻ സർവകക്ഷി യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ മറ്റ് ചോദ്യങ്ങളുടെ അതേ ഗതി തന്നെയാണ് അതിനുമുണ്ടായത്. പ്രത്യേകിച്ചൊരു പ്രതികരണം ഉണ്ടാകില്ല. അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ്റെ രാജ്യരക്ഷാ മന്ത്രി ഖ്വാജ ആസിഫും നടത്തിയ പ്രതികരണം, അതിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി റെസല്യൂട്ട് ആക്ഷൻ, വളരെ നിശ്ചയദാർഢ്യത്തോടുള്ള നടപടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു.
അതേസമയം പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് പറഞ്ഞത് ഇന്ത്യ ഡി എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും ഡി എസ്കലേറ്റ് ചെയ്യാൻ, അതായത് ഇപ്പോഴത്തെ സാഹചര്യം തണുപ്പിക്കാൻ തയ്യാറാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇതിലേത് പ്രതികരണത്തെയാണ് ഇന്ത്യ മുകളിലേക്കെടുക്കുന്നത്? ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തുണ്ടാകുന്ന പ്രതികരണത്തോടുള്ള നമ്മുടെ അപഗ്രഥനം എന്താണ്, എങ്ങനെയാണ് ഗവൺമെൻറ് ഇതിനെ സമീപിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നു. പക്ഷേ ഇതൊക്കെ ഇൻപുട്സ് ആയിട്ടാണ് തങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നതെന്നുള്ള ഒരു പരാമർശമാണ് രാജ്നാഥ് സിംഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഈ ഓപ്പറേഷന് സിന്ദൂറിന് ശേഷവും ഈ പല ആളുകൾ താമസിക്കുന്ന മേഖലകളിലേക്കൊക്കെ തന്നെ ഷെല്ലാക്രമണം നടത്തിയിട്ടുണ്ട്. അക്കാര്യത്തിൽ എന്തെങ്കിലും വളരെ വിശദമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പൗരന്മാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അവിടെ വിലപ്പെട്ട ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, വീടുകൾ തകർന്നിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ ചേർത്ത് നിർത്തണം. അത് മാത്രമല്ല, എൻ്റെ ഭാഗത്തുനിന്നൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സജഷൻ വന്നു. അതായത് ഈ പഹൽഗാം സംഭവത്തിന് ശേഷം കാശ്മീർ താഴ്വരയിൽ ജനങ്ങൾ ഒന്നടങ്കം പാകിസ്ഥാൻ്റെ ഈ ഹീനമായ തന്ത്രത്തിനെതിരെ അണിനിരന്നു. അവരാണ് ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കാൻ പോകുന്നത്. അവരെ നമ്മൾ ചേർത്ത് നിർത്തണം, അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം. അതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഒരു സർവകക്ഷി സംഘത്തെ ഉചിതമായ സമയത്ത്, ഈ സമയം ഉചിതമല്ലെങ്കിൽ ആ സമയം നോക്കി ഒരു സർവകക്ഷി സംഘത്തെ അയക്കണമെന്നും പറഞ്ഞു. അദ്ദേഹം അത് നോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള അഭിപ്രായമാണ് വന്നത്. ഈ രണ്ടാമത്തെ സർവകക്ഷി യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അതിൽ നിങ്ങൾ എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചു? എന്തായിരുന്നു മറുപടി? പ്രതിപക്ഷ നേതാവും അതുപോലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനുമായ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെയാണ് ആദ്യം സംസാരിച്ചപ്പോൾ അക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനോട് ചേർന്ന് നിന്നു, പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളെല്ലാം. എന്താ കാരണം എന്ന് വെച്ചാൽ മല്ലികാർജ്ജുൻ ഖാർഗെ കുറേ കൂടി സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞു, ഒരു ദർശനമെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം പ്രധാനമന്ത്രിയുടെ. അദ്ദേഹം ഇവിടെ വരാൻ എന്തിനാണ് ഭയക്കുന്നത്? അദ്ദേഹം എന്തിനാണ് പ്രതിപക്ഷത്തെ ഭയക്കുന്നത്? അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ അനിവാര്യമാണ് എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട ഒരു സൂചകമായിട്ട് നമ്മൾ ഈ യോഗത്തിൽ നിന്ന് കാണേണ്ടത് എന്തുകൊണ്ടാണ് ബ്രീഫിംഗ് ഇല്ലാതിരുന്നത് എന്നുള്ള ഒരു ചോദ്യം വന്നപ്പോൾ രാജ്നാഥ് സിംഗ് പറഞ്ഞു, അതായത് ഇത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, തുടരുകയാണ്. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ്. അതുകൊണ്ട് ആണ് ഞങ്ങൾ ബ്രീഫിംഗ് ഇല്ലാത്തതെന്ന്. അതേസമയം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, കാർഗിൽ യുദ്ധസമയത്തുൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചപ്പോൾ ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബ്രീഫിംഗ് വേണ്ട എന്ന് വെച്ചത് ഉചിതമായില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. മാത്രമല്ല, പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഈ ഫേക്കായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ അവകാശവാദങ്ങളോട് രാഷ്ട്രീയ നേതൃത്വം തന്നെ പ്രതികരിക്കണമെന്നുള്ളൊരു അഭിപ്രായം കൂടി യോഗത്തിലുണ്ട്. ഈ ഓപ്പറേഷനിൽ എത്ര ഭീകരരെ വധിക്കാനായി എന്നതിൽ ഒരു കൃത്യമായ കണക്ക് ഇപ്പോൾ ഈ ഒരു യോഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം അത് സംബന്ധിച്ച് നിരവധി കണക്കുകൾ വരുന്നുണ്ട്. അല്ല, രാജ്നാഥ് സിംഗ് അത് സംബന്ധിച്ചൊരു കണക്ക് പറഞ്ഞു. 100 പേര് മരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അനുമാനത്തിൽ. പക്ഷേ ഇനിയും പൂർണ്ണ വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ലഭിച്ച വിവരത്തിനെ അടിസ്ഥാനപ്പെടുത്തി വളരെ ഹാർഡ് കോറായിട്ടുള്ള തീവ്രവാദികൾ ഉൾപ്പെടെ 100 പേര് കൊല്ലപ്പെട്ടുവെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരമെന്നാണ് അദ്ദേഹം യോഗത്തെ അറിയിച്ചത്. സർക്കാരിൻ്റെ കാലത്ത് തുടർച്ചയായി ഇത്തരം അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. മുംബൈയിൽ നടന്നിട്ടുണ്ട്, ഡൽഹിയിൽ നടന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഒരു ആക്ഷൻ ഇതേപോലെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ അടിക്കടി ആ സമയം ആക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് പ്രതിപക്ഷം അംഗീകരിക്കുന്നു? അല്ല, എല്ലാ ഘട്ടത്തിലും ആക്ഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരുപാട് നമ്മുടെ ഈ പറഞ്ഞ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പഹൽഗാമിൽ ഒരു ഇൻ്റലിജൻസ് ഫെയിലർ ഉണ്ടായി എന്നുള്ളൊരു ആരോപണം ഉണ്ടല്ലോ. ഈ ഒരു ഘട്ടത്തിൽ അത് ഈ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അത് അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട്. ഇപ്പം ഞാനന്ന് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതിൻ്റെ അടിയിലേക്ക് നിങ്ങൾ പോയിരുന്നെങ്കിൽ മൗലാന മസൂദ് അസർ എന്നുള്ള ഏറ്റവും കൊടും ഭീകരനെ വിട്ടയച്ചത് NDA ഭരണകാലത്താണ്. അദ്ദേഹമാണ് ഇന്നിപ്പോഴും അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹമാണ് ഈ ജെയ്ഷെ തോയ്ബയും ജെയ്ഷെ മുഹമ്മദൊക്കെ ഉണ്ടാക്കി ഇപ്പോഴും ഇന്ത്യക്കെതിരെ വേജ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ 10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഗ്ലോബൽ ടെററിസ്റ്റാണ്. അദ്ദേഹത്തെ ഇന്ത്യയിൽ നിന്ന് വിട്ടയച്ച് 1999 കന്ദഹാറിലേക്ക് നമ്മുടെ വിമാനം തട്ടിക്കൊണ്ടു പോകുന്ന സമയത്താണ്. അപ്പം ഇതൊക്കെയാണ് വസ്തുത എന്നിരിക്കെ നമ്മളിപ്പോൾ രാജ്യം ഒന്നടങ്കം ഒറ്റക്കെട്ടോട് കൂടിയിട്ട് ഈ പറയുന്ന അതിർത്തിയിൽ നിന്ന് വരുന്ന ഭീകരതയെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതിന് രാജ്യം ഒന്നടങ്കം നമ്മുടെ ആംഡ് ഫോഴ്സിൻ്റെ ഒപ്പം അണിനിരന്നിരിക്കുക.